Good morning, everyone. My name is Reshma JS. I am from BVOG second year batch. I shall be the host for the webinar. A very warm welcome to all. It's a wonderful day. I feel privileged to extend my warm welcome to all presenting here. Thank you all for finding time and visiting today's webinar. Today, we will try to decode the Union Budget 2022-23 and bring out some perspectives on the different results on the budget this year. The primary object of this webinar is to enlighten the participants regarding the various policies released in the Union Budget 2022 and discuss its implication on the Indian economy. To moderate this section, today we have the eminent speaker, Mr. Jayendranath Sir, the senior faculty, ISDC Learning Centre. Now I hand it over to Jayendranath Sir to start out the webinar. Good morning, everybody. Okay, I am Jayendranath, senior faculty, ISDC Trivandrum. So, in നമുക്ക് 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റിനെ പറ്റിയുള്ള ഒരു അവലോകനം. അപ്പോൾ ഞാൻ പത്രങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസ്, അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ ഷോർട്ടേജസ് ഒക്കെ വന്നിട്ടുണ്ടാകാം. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഹിന്ദു ആണ്, ഹിന്ദു ഇംഗ്ലീഷ് പത്രമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിലാദ്യം നമുക്ക് എന്താണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. വാട്ട് ഈസ് എ ബഡ്ജറ്റ് എന്ന് പറയും. ബഡ്ജറ്റിന് ഒരു മീനിങ് ഉണ്ട്. നമ്മൾ സാധാരണ ക്ലാസ് റൂമിലൊക്കെ പറയുന്ന ഒരു മീനിങ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് പറയുന്നു ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ കമൻസിങ് ഫ്രം 1st April ആൻഡ് എൻഡിങ് ടു 31st March ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ അത് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർക്ക്. നമ്മളിപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം വുമൺ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, ഫസ്റ്റ് ഫുൾ ടൈം ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ്, വിമൺ ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമൻ. അവരുടെ 4ാമത്തെ ബഡ്ജറ്റാണ്. 2016 വരെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് ഫെബ്രുവരിയുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിലായിരുന്നെങ്കിൽ 2017 ഓൺവേർഡ്സ് അത് ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഫെബ്രുവരി 1 ഫസ്റ്റ് ഫെബ്രുവരി. അതിന് ചില ടെക്നിക്കൽ റീസൺസ് ഉണ്ട്, അങ്ങനെ മാറ്റാനുള്ള ചില ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അത് ബഡ്ജറ്റിന്റെ മീനിങ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 1. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 1 ഇതിന്റെ അവതരണം പാർലമെന്റിൽ നടന്നു. അപ്പോൾ ഈ ഫെബ്രുവരി 1 നടക്കുന്ന ഒരു പാർലമെന്റ് സെക്ഷൻ ആണെങ്കിലും അതിന്റെ പിന്നിൽ കുറേ ദിവസത്തെ വലിയൊരു ലോങ് പീരീഡിന്റെ വർക്കുണ്ട്. ആ പ്രോസസ്സ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ ഒരു ബഡ്ജറ്റ് ഡിവിഷൻ ഉണ്ട്. ഫിനാൻസ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് അത് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണത്. ഈ ബഡ്ജറ്റിലോട്ട് പോകുന്നതിന് മുമ്പേ സാധാരണഗതിയിൽ നമ്മൾ ബഡ്ജറ്റിന് ചില ടേംസുകൾ പറയാറുണ്ട്. റവന്യൂ റിസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീപ്റ്റ്, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ നമുക്കിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ഒരു കുടുംബത്തിൽ നമ്മൾ സാധാരണ ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറ്. ഒരു കുടുംബത്തിൽ 4 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 പേര് ഏണിംഗ് മെമ്പേഴ്സാണ്, അച്ഛനും അമ്മയും 2 കുട്ടികളുണ്ട്, സ്റ്റുഡൻസാണ് എന്ന് വെച്ചോളൂ ഉദാഹരണത്തിന്. അവർക്ക് റവന്യൂ ആയിട്ട് ഇങ്ങനെ വരുമാനം പല സോഴ്സിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. 2 പേര് എംപ്ലോയീസ് ആണ്. അപ്പോൾ അവർക്ക് സാലറി കിട്ടുന്നു. പിന്നെ അവരുടെ ഒരു ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് റെന്റ് കിട്ടുന്നു. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുണ്ട്, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അവർക്ക് കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് ഇൻകം വരുന്നു, അഗ്രികൾച്ചറൽ ഇൻകം. അങ്ങനെയൊക്കെ അവർക്ക് റിപ്പീറ്റഡ് നേച്ചറിലുള്ള
റിക്കറിംഗ് നേച്ചറുള്ള ഇൻകം വരുന്നത്. അതിന് നമുക്ക് റവന്യൂ റിസീറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥിരമാകുന്നു, വീട് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, കൊടുക്കുന്ന റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അവരുടെ കൃഷിയിടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന സാലറീസ് അല്ലെങ്കിൽ വേജസ്, അതൊക്കെ അവരുടെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവര് ഇപ്പൊ താമസിക്കുന്ന ഒരു റെന്റഡ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ അവർക്ക് ഒരു പുതിയ വീട് വെക്കണം, നെക്സ്റ്റ് ഇയറിൽ ഒരു പുതിയ വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങണം, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളുടെ മാരേജ് ഫംഗ്ഷൻ വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അത് റിക്കറിംഗ് അല്ല, നോൺ റിക്കറിംഗ് ആണ്, ഒരിക്കലും ഉണ്ടാകുന്നത്. അപ്പൊ ആ നോൺ റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുപോലെ തന്നെ നോൺ റിക്കറിംഗ് ആയിട്ടുള്ള റിസീപ്റ്റുകളുണ്ട്. അപ്പൊ ഇവിടെ അവര് അടുത്ത വർഷം ഒരു വീട് വയ്ക്കാനോ വാങ്ങാനോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പലരോടും അതിനെപ്പറ്റി അന്വേഷിക്കും, പലരുടെയും അഭിപ്രായം കളക്ട് ചെയ്യും, എന്നിട്ട് ഒരു നല്ല തീരുമാനത്തിലെത്തും. അപ്പോൾ തീരുമാനത്തിലെത്തുമ്പോൾ ആദ്യം നോക്കേണ്ടതാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ, ബഡ്ജറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫണ്ട് എങ്ങനെ സ്വരൂപിക്കാം. അപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? ഫാമിലിയിലെ മെമ്പേഴ്സ് ചർച്ച ചെയ്യുന്നത്, സുഹൃത്തുക്കൾ കാണും, അവർക്ക് അനുയോജ്യമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിവുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരോടൊക്കെ ചോദിക്കുന്നു ഇതെങ്ങനെ ഫണ്ട് സ്വരൂപിക്കാം. അപ്പോൾ അവരുടെ ശമ്പളം, രണ്ടുപേർക്ക് ശമ്പളമുണ്ട്, നേരത്തെ പറഞ്ഞ കൃഷിഭൂമിയിൽ നിന്ന് വരുമാനമുണ്ട്, അതിൽ നിന്ന് മിച്ചം വെച്ച കുറേ തുക ഉണ്ടാവും. അത് മാത്രം കൊണ്ട് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ നേരത്തെ ഞാൻ പറഞ്ഞ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യും. അതേപോലെ അല്ലെങ്കിൽ അവരുടെ കൃഷിഭൂമിയുടെ കുറച്ച് പോർഷൻ വിറ്റ് ക്യാഷ് കളക്ട് ചെയ്യാം. അത് കൂടാതെ തന്നെ അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അപ്പോൾ അവരുടെ ബഡ്ജറ്റിനകത്ത് അവർക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ വേണ്ടി വരുന്നത് അതിനാവശ്യമായ, ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടാതെയാണ്, അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കും. ഇതൊരു വീട്ടിൽ ചെയ്യുന്നെങ്കിൽ ഇതേ കാര്യം ഒരു ഗവൺമെന്റ് രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു രാജ്യത്തിന്റെ നമുക്ക് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന പേര് പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്റ്റെപ്പാണ് ഉള്ളത്? അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി ആണെങ്കിലും അതിന് മുന്നേയുള്ള സെപ്റ്റംബർ മാസമാകുമ്പോൾ, കഴിഞ്ഞ സെപ്റ്റംബറിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ധനാഭ്യർത്ഥന നടത്താൻ ഗവൺമെന്റ്, അതായത് നേരത്തെ പറഞ്ഞ ഫിനാൻസ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്, അവര് എല്ലാ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയാം ഇൻക്ലൂഡിങ് നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് അടക്കം എല്ലാവർക്കും, അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതിനെ കാണിക്കുന്ന ഒരു റിക്വസ്റ്റ്, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് അല്ലെങ്കിൽ ധനാഭ്യർത്ഥന എന്ന പേര് പറയും. അത് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇങ്ങനെ എല്ലാ സ്റ്റേറ്റും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ ധനാഭ്യർത്ഥന കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്ത് കിട്ടിയ ധനാഭ്യർത്ഥന എല്ലാം കൂടെ ഏകോപിപ്പിച്ച് ഇത് കളക്ട് ചെയ്തതിന് ശേഷം അതിൽ ചർച്ച നടത്തുന്നു. ഫിനാൻസ് മിനിസ്റ്റർ ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്റർ, പിന്നെ മറ്റ് ഫിനാൻസ് എക്സ്പെർട്ടുകൾ, ഫേമസ് ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾസ്, ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് ഡിസ്കഷൻ നടത്തും. ഡിസ്കഷൻ നടത്തി അതിൽ ആ ഡിസ്കഷന്റെ റിസൾട്ടിലാണ് നമുക്ക് എന്തൊക്കെയാണ്, ഓരോ ഗവൺമെന്റിനും എന്തൊക്കെ ആവശ്യമുണ്ട്, ആ ധനാഭ്യർത്ഥന എല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനെ ചേർത്തുകൊണ്ട് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ ഗവൺമെന്റ് റിക്വയർമെന്റും ഡിഫറെന്റ് പ്ലാൻസും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന പേര് പറയും. അപ്പൊ ഇത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മാത്രം പോരാ, ഇതിനകത്ത് ടോപ്പ് ഒഫീഷ്യൽസ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ അടക്കം ടോപ്പ് ഒഫീഷ്യൽസ് എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഈ ബഡ്ജറ്റിനകത്ത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും റിക്വയർമെന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, എല്ലാ റിക്വയർമെന്റ്സും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ആ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ ഒരു 8-9 ദിവസങ്ങൾക്ക് മുന്നേ അവിടെ ഒരു ആഘോഷം നടത്താറുണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹൽവ സെറമണി എന്ന് പറയും.
ഏത് നല്ല കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു മധുരം വിളമ്പുക എന്ന് പറയുന്നില്ല, അത് തന്നെ. നേരത്തെ ഇത് ബഡ്ജറ്റ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള സമയമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ പേപ്പറിലായിരുന്നു ബഡ്ജറ്റ്, ആയിരക്കണക്കിന് പേജുള്ള ഇതാണ് ബഡ്ജറ്റ് എന്ന്. ഇപ്പോൾ അതെല്ലാം ഡിജിറ്റലായി മാറി. അപ്പൊ ഈ സെറിമണിയിൽ എല്ലാ ഓഫീഷ്യൽസും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ആരൊക്കെയാണോ പങ്കെടുത്തത്, അതായത് ഫിനാൻസ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, പിന്നെ മറ്റ് ഓഫീഷ്യൽസ് എല്ലാവരും അതിനകത്തുണ്ടാവും. അപ്പോൾ പാർട്ടിയിൽ അവരെല്ലാം പങ്കെടുത്തിട്ട് ഫിനാൻസ് മിനിസ്റ്റർ മാത്രമേ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ. ബാക്കിയുള്ളവർ അവിടെ ലോക്ക് ചെയ്യപ്പെടും. ചില അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. എവിടെയാണോ പാർട്ടി നടക്കുന്നത് അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. കാരണം അവരെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ബഡ്ജറ്റിനകത്തുള്ള ഡിഫറൻറ്റ് പ്ലാൻസ് അത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് വരെയും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അത് പുറത്താകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഒഫീഷ്യൽസ് എല്ലാം നേരത്തെ പറഞ്ഞ സെറിമണിയിൽ പങ്കെടുത്ത് അവിടെ ലോക്ക്ഡ് ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയം വരെയാണ് അവർ ഈ ലോക്കിംഗ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ അത് ഫണ്ടായിട്ട് വരുന്നില്ല. അപ്പൊ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഗവൺമെന്റിന് 1 രൂപയെങ്കിലും ചിലവാക്കണമെന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഫണ്ടിൽ നിന്നാണ്, ആ ഫണ്ടിലോട്ടാണ് എല്ലാ വരുമാനവും വരുന്നതും ചിലവാക്കും. പാർലമെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും ചിലവാക്കാൻ പറ്റൂ. അതിന് പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ ചിലവാക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം. അപ്പൊ ഈ കൺസോളിഡേറ്റ് ഇതിനു വേണ്ടി പ്രസിഡന്റിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. പ്രസിഡന്റ് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഡേറ്റ്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൂടെ പറഞ്ഞിട്ടാണ് പ്രസിഡന്റിന് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ആ റിക്വസ്റ്റ് പ്രസിഡന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ ബഡ്ജറ്റ് നമുക്ക് പ്രസന്റ് ചെയ്യും. ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ പാർലമെന്റിനകത്ത് 2 സഭകളിലും ബഡ്ജറ്റ് മിനിസ്റ്റേഴ്സിന്റെയും MP മാരുടെയൊക്കെ മുന്നിൽ ഇത് അവതരിപ്പിക്കും. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണിയാണ്. അല്ലെ, പാർലമെന്റിൽ 11 മണിക്കാണ് ബഡ്ജറ്റ് സാധാരണ പ്രസന്റ് ചെയ്യാറ്. അപ്പോൾ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിനോടൊപ്പം തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റിനോടൊപ്പം തന്നെ ലാസ്റ്റ് ഇയറിന്റെ, അതായത് മാർച്ച് 31 അവസാനിക്കാൻ പോകുന്ന വർഷത്തിന്റെ ഇപ്പോൾ റണ്ണിങ് ബഡ്ജറ്റിന്റെയും കോപ്പി അവിടെ ഉണ്ടാവും, അവിടെ മിനിസ്റ്ററുടെ ടേബിളിൽ ഉണ്ടാവും. കാരണം അത് കഴിഞ്ഞുപോയ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ഇതുവരെ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്യാതെ ഉള്ളത്, അതൊക്കെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞുപോയ വർഷത്തെ ബഡ്ജറ്റിന്റെയും കോപ്പി ടേബിളിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർന്നില്ല. പാർലമെന്ററി പ്രൊസീജിയേഴ്സ് അവിടെ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് 2-3 ദിവസം ബഡ്ജറ്റിന്റെ ചർച്ചയാണ് പാർലമെന്റിൽ. ബഡ്ജറ്റ് ചർച്ച നടക്കാറുണ്ട്, ഡിസ്കഷൻ നടക്കാറുണ്ട്. 3-4 ദിവസത്തെ ഡിസ്കഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ഈ അവിടെ ബഡ്ജറ്റിന്റെ ധനവിനിയോഗം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അലോക്കേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റൽ സ്റ്റഡി കമ്മിറ്റീസ് ഉണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ സ്റ്റഡി കമ്മിറ്റീസ്. ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റഡി കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ പാർലമെന്റിലെ 2 ഹൗസസിൽ നിന്നും, ലോക്സഭയിൽ നിന്നും രാജ്യസഭയിലെയും MP അടങ്ങുന്ന കമ്മിറ്റീസാണ്. അങ്ങനെ നമുക്ക് 24 കമ്മിറ്റി ഉണ്ട്. ഓരോ കമ്മിറ്റിയിലും 31 MP വീതമുണ്ട്. അപ്പോൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്, അപ്പൊ ഈ പറഞ്ഞ ഓരോ ഗവൺമെന്റും ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുത്ത അവരുടെ ധനാഭ്യർത്ഥന ഉണ്ടല്ലോ, അതിന്റെ മേലുള്ള ഡിസ്കഷനാണ്. അപ്പൊ അത് എത്ര കണ്ട് അംഗീകരിക്കണം, ആ ധനാഭ്യർത്ഥന മേലുള്ള ഡിസ്കഷൻ 2-3 ആഴ്ച ചിലപ്പോൾ നീണ്ടുപോയെന്ന് വരാം. അപ്പോൾ അതോ അതിൽ കൂടുതലോ പീരീഡ് കാലമാകും. അപ്പോൾ ഫെബ്രുവരി 28 ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് മാർച്ചിന്റെ ഇഫക്റ്റേ ഉള്ളൂ. അപ്പോൾ മാർച്ചിന്റെ 1 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഏപ്രിൽ 1 ബഡ്ജറ്റ് ഇതിന്റെ
ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാൻ പറ്റാതാണ്. അതുകൊണ്ടാണ് ഫെബ്രുവരിയിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞിരുന്നതിനെ ഫെബ്രുവരി 1 മാറ്റി. ടു ഹാവ് സഫീഷ്യന്റ് ടൈം. അല്ലെ, ഡിസ്കഷനും മറ്റു കാര്യങ്ങൾക്കും ഗവൺമെന്റിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം വേണം. അതിനുവേണ്ടിയാണ് ഫെബ്രുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നുള്ളതിനെ ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ ആക്കി മാറ്റി. അപ്പോൾ ഏപ്രിൽ 1 ആകുമ്പോൾ പ്രോപ്പറായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും എൻഗേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് 3-4 ആഴ്ച വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇവിടെ അതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നടപ്പാക്കി വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആ സമയത്തേക്ക് ഏപ്രിൽ 1 മുതൽ നമ്മുടെ ബഡ്ജറ്റ് പീരീഡ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്തേക്ക് ആവശ്യമായ ഫണ്ടുകൾ, അത് ടോട്ടൽ ബഡ്ജറ്റിന്റെ 1/6 വരുന്ന എമൗണ്ട്, എക്സ്പെൻഡിച്ചർക്ക് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറിന്റെ 1/6 വരുന്ന എമൗണ്ടിന് നമ്മളൊരു ഓട്ടോൺ അക്കൗണ്ട് വയ്ക്കും. അപ്പോൾ ഓട്ടോൺ അക്കൗണ്ട് വെച്ചിട്ട് ആ ഓട്ടോൺ അക്കൗണ്ടാണ് അവിടെ ഓരോ ഇതിനകത്തും ഓരോ കാര്യങ്ങളും പ്രത്യേകം അവിടെ ചർച്ച ചെയ്ത് ഓട്ടോൺ അക്കൗണ്ട് വയ്ക്കും. അപ്പോൾ ഓട്ടോൺ അക്കൗണ്ടിന് ഒരു ടൈം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ടൈമുണ്ട്. ആ ടൈമിനകത്ത് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില സെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഓട്ടോൺ അക്കൗണ്ട് ഇല്ലാതെ ഒരു അപ്രൂവൽ വരുന്നു. ഇപ്പൊ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് വിത്തൗട്ട് ഡിസ്കഷൻ വരും. അതിന് നമ്മൾ ഗില്ലറ്റിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിൽ കൂടെ ഡിസ്കഷൻ ഇല്ലാതെ, നേരത്തെ പറഞ്ഞ എല്ലാം ഓട്ടോൺ അക്കൗണ്ട് എല്ലാം ഡിസ്കഷൻ ഉണ്ട്, ഇത് ഡിസ്കഷൻ ഇല്ലാതെ ബാക്കിയെല്ലാം അംഗീകരിക്കപ്പെടും. അതിനെ നമ്മൾ ഗില്ലറ്റിൻ എന്ന പേര് പറയും. അപ്പൊ ഇനി ഇതിനകത്ത് വരുന്ന ഒരു ടേം കൂടെ വയ്ക്കണം, ഫിനാൻസ് ബില്ല് എന്ന് പറയും. അതുപോലെ തന്നെ ഫണ്ടിന്റെ അലോക്കേഷന് വേണ്ടി നേരത്തെ പറഞ്ഞില്ലേ, ആ ബഡ്ജറ്റ് പാസ്സാക്കി തുടങ്ങുന്ന ഈ 6-1 ഓട്ടോൺ അക്കൗണ്ടിൽ വരുമ്പോൾ ധനവിനിയോഗ ബില്ല്, അത് പ്രസിഡന്റിന്റെ പെർമിഷനോടുകൂടി ആയിരിക്കും നടപ്പാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കിട്ടണം. പിന്നെ ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നുണ്ട്, ടാക്സ് പോലുള്ള കാര്യങ്ങൾ, പ്രപ്പോസൽസ്, ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് പുതിയ സെസ് കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ഫിസ്ക്കൽ പോളിസിക്കകത്ത് വരുന്ന അത് പിന്നീട് ഫിനാൻസ് ബില്ലായിട്ട് അവതരിപ്പിക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന ബഡ്ജറ്റിന്റെ പ്രൊസീജിയറാണ്. ഇനി നമുക്ക് ബഡ്ജറ്റിനകത്ത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ഹിന്ദു എന്ന പത്രത്തിൽ നിന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അതില് പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണാൻ സാധിക്കുന്നത്, ഒരു ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് 3 കാര്യങ്ങളായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡിജിറ്റൽ ഇന്ത്യ, ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്, അതിനാണ് പുഷ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ കുറച്ച് പ്രയോറിറ്റി സെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രയോറിറ്റി സെക്ടർ എന്ന് വെച്ചാൽ എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞിട്ട് ECLGC എന്ന് പറയുന്നത്, എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം. അത് മൈക്രോ, സ്മോൾ, മീഡിയം ഇൻഡസ്ട്രീസിന്റെ ആ പ്രോജക്റ്റുകളുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു. ആ പ്രോജക്റ്റുകളുടെ പ്രൊമോഷന് 4.5 lakh crores ആയിരുന്നു കൊടുത്തിരുന്നത്. അത് അഡീഷണൽ ആയിട്ടൊരു 50 lakhs 5 lakh crores ആക്കി മാറ്റി. അത് കോവിഡിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കൊണ്ടുവരാനുള്ള കാരണം. കാരണം ഇവിടെ ഗവൺമെന്റിന്റെ, വീണ്ടും പറഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 75 വർഷമായി. നമ്മൾ പ്ലാറ്റിനം ജൂബിലിയാണ് വരാൻ പോകും. പ്ലാറ്റിനം ജൂബിലി വരാൻ പോകും. ഇനി അടുത്ത് 2047 ആവുമ്പോൾ 100 വർഷം കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള 25 വർഷം എന്ന് പറയുന്നത് ഗവൺമെന്റിന് മുന്നിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡാണ്. ആ പീരീഡിന് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, അമൃതകാലം എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യുക, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക, പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അതിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്,
അമൃതകാൽ എന്നാണ് പറയുന്നത്. അടുത്ത 25 വർഷം. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ അത് പറയാൻ അറിഞ്ഞിരിക്കും. അത് ഞാൻ ആദ്യം സൂചിപ്പിക്കാൻ വിട്ടുപോയി. നമ്മളെ ബഡ്ജറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് അമൃതകാലം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രയോറിറ്റി സെക്ടറില് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമില് MSME പ്രോജക്റ്റുകളെ ഉദ്ദേശിച്ചാണ്. അതിലിപ്പോ 50 ലക്ഷം എക്സ്ട്രാ അനുവദിച്ചിട്ടുണ്ട്. MSME പ്രോജക്റ്റുകളുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ കാലാവധി കഴിഞ്ഞ മാർച്ചിൽ തീരും. ഈ വരാൻ പോകുന്ന മാർച്ചിൽ തീരും. അത് ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2023 മാർച്ച് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ആ പീരീഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തു. അതില് ഈ 50,000 lakh ക്രോഴ്സ് അഡീഷണൽ വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ടൂറിസം അടങ്ങുന്ന ഹോസ്പിറ്റാലിറ്റി സെക്ടറിന് വേണ്ടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു ഏരിയ ആയിരുന്നു ടൂറിസം. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെന്റ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് അതിന് വേണ്ടിയാണ് ഈ എക്സ്ട്രാ ആയിട്ട് കൂടുതലും അവർക്ക് ആ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ്. പിന്നെ അടുത്ത അവിടെ ഫ്രണ്ട് പേജിൽ തന്നെ ഉള്ള കാര്യമായിരുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 6.9% ഓഫ് GDP ആണ്. 6.9% ഓഫ് GDP ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് അടുത്ത മാർച്ച് 31 2023 മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ, അതായത് 2022-23 അതിൽ പറയുന്നത് GDP-യുടെ 6.4% ആയിരിക്കും ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നു ഗവൺമെന്റിന്റെ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് 2021-22 കൊണ്ടുവന്നത് 1.75 lakh ക്രോഴ്സ് ആയിരുന്നു. 1.75 lakh ക്രോഴ്സ് ആയിരുന്നു 2021-22 ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തു. അതിനൊരു ഒത്തിരി ക്രിറ്റിസിസംസ് വന്നു. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോ എയർ ഇന്ത്യ പ്രൈവറ്റ് സെക്ടറിലെ ടാറ്റയ്ക്ക് കൈമാറ്റം ചെയ്തു. ഇനി LIC ഇത് ഈ അടുത്ത ഏപ്രിൽ ഉടനെ തന്നെ LICയുടെ ഷെയർസ് പ്രൈവറ്റ് സെക്ടറിലോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ കയ്യിലെ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ റിസീപ്റ്റുകൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്ലാനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് സാധാരണ നമ്മൾ പറയുന്നത്. അപ്പൊ അത് 1.75 lakh ക്രോർസ് എന്നുള്ളത് നടപ്പാകില്ല എന്ന് ഗവൺമെന്റിന് അറിയാമായിരുന്നതുകൊണ്ട് അതിനെ ഗവൺമെന്റ് തന്നെ 78,000 ക്രോർസ് ആക്കി റെഡ്യൂസ് ചെയ്തു. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അത് പറയുന്നത് 2022-23 അത് 65,000 ക്രോർസ് ആക്കിയാണ് പറയുന്നത്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം പ്രൈവറ്റൈസേഷനിൽ കൂടെ കുറച്ച് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. പ്രൊമോഷൻ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഏത് ആക്ടിവിറ്റീസും കുറെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്നത്. പിന്നെ വന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസുകൾ, എല്ലാ പോസ്റ്റ് ഓഫീസുകളെയും ഒരു കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ ഈ വർഷം കൊണ്ടുവരാൻ പോകും. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് എല്ലാ മുക്കും മൂലയിലും പോസ്റ്റ് ഓഫീസുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ബാങ്കിങ് സർവീസസ് ഉള്ള സൊസൈറ്റികളുണ്ട്, അവരെല്ലാം ഇല്ലാതാകുകയാണ്. അപ്പോൾ ബാങ്കിങ് മേഖല പോസ്റ്റ് ഓഫീസ് വഴി വളരെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഏത് സ്ഥലത്തും നമുക്ക് പോസ്റ്റ് ഓഫീസ് കാണാം. ആ പോസ്റ്റ് ഓഫീസിൽ കൂടെ ഏത് രീതിയിലുള്ള എല്ലാത്തരം ട്രാൻസാക്ഷൻസും നടത്താൻ സാധിക്കുന്ന ഒരു ബാങ്ക് പോലെ പോസ്റ്റ് ഓഫീസിനെ മാറ്റും. പിന്നെ അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ റോഡിന്റെ വികസനം, റെയിൽവേ വികസനം, അങ്ങനെയൊക്കെ ഉള്ള ഹെവി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്, ഡെവലപ്മെന്റ്സുകളാണ്. അതിൽ വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഹൈ സ്പീഡ്, നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഹൈ സ്പീഡ് ട്രെയിൻസ്
വരുന്ന 3 വർഷത്തിനുള്ളിൽ 400 വന്ദേ ഭാരത് ട്രെയിൻസ് ഓടിക്കാനാണ് തീരുമാനം. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഗവൺമെന്റ് നടത്തും എന്ന് പറയും. പിന്നെ വന്ന ഒന്നെന്ന് പറയുന്നത് ഏറ്റവും ഇതിനൊക്കെ വീണ്ടും നമുക്ക് നോക്കാം, എവിടെയെങ്കിലും റെയിൽവേയുടെ സെക്ഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഡിജിറ്റൽ റുപ്പീസ്, അതായത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് CBDC, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് അതിന്റെ ഫുൾ ഫോം. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ കറൻസി DC എന്ന് പറയും. അത് കൊണ്ടുവരാൻ പോകുന്നു. അത് മാത്രമല്ല, ഡിജിറ്റൽ അസറ്റ്, ക്രിപ്റ്റോ കറൻസി, അത് വിർച്വൽ ആയിട്ടുള്ള ഡിജിറ്റൽ അസറ്റുകൾ, നേരത്തെ അത് ആർക്കും ട്രേഡ് ചെയ്യാമായിരുന്നു, അതിന് ടാക്സേഷൻ ഒന്നും ഉണ്ടായിരുന്നു. ആ ഫീൽഡിൽ ധാരാളം ട്രാൻസാക്ഷൻസ്, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടക്കുകയും ആൾക്കാർ അതിൽ നിന്ന് ധാരാളം സമ്പത്ത് ഉണ്ടാക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഗവൺമെന്റിന് അതിൽ നിന്ന് ഒരു പൈസയുടെ ബെനിഫിറ്റും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ആ ഡിജിറ്റൽ അസറ്റുകളുടെ ട്രാൻസ്ഫറിൽ ഒരു 30% ടാക്സ് ഈടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതൊരു നല്ല കാര്യമാണ്. കാരണം അതിൽ ഏൺ ചെയ്യുന്നത് വളരെ വലിയ എമൗണ്ടാണ്. അപ്പൊ ആ ഏൺ ചെയ്യുന്നത് ഒരു സാധാരണക്കാരനുമല്ല. നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഡിജിറ്റൽ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ കൂടെ അവർ ഏൺ ചെയ്യുന്നതിന്റെ ഒരു പാർട്ട് ഗവൺമെന്റിന് എത്തിച്ചേരണം. അതിൽ 30% ആണ് അതിന് ടാക്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ റുപ്പീസ് ഇവിടെ ഗവൺമെന്റ്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ മാനേജ്മെന്റോടെ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, കാപ്പെക്സ് എന്ന് പറയുന്നത്, അതിന് 5.54 lakhs crore ആയിരുന്നത് അത് മാറ്റി അതിന്റെ ഇൻക്രീസ് ചെയ്യുന്നു, 7.50 lakh crores ആക്കി മാറ്റുന്നു. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ടോട്ടലാണ് ഈ പറയുന്നത്. പറഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് കാണാൻ സാധിക്കുന്ന ഒന്നെന്ന് പറയുന്നത് 5G സർവീസസ് വിൽ കമൻസ് ഫ്രം ഫിനാൻഷ്യൽ ഇയർ 2023. അപ്പോൾ 22-23 നമുക്ക് 5G സർവീസസ് കാണും. അപ്പോൾ 5G സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെലികോം മിനിസ്റ്റർ അനൗൺസ് ചെയ്താണ്. അശ്വിനി വൈഷ്ണവ് നമ്മുടെ ടെലികോം മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞാണ് 5G സ്പെക്ട്രത്തിന് ഈ വർഷം തന്നെ നമ്മൾ 5G സ്പെക്ട്രം അലോട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ BSNL, തകർച്ചയിലായിരിക്കുന്ന BSNLന്റെ ഡെവലപ്മെന്റ് റിവൈവിന് വേണ്ടി 44,720 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തുന്നത്. BSNLന് വേണ്ടി മാറ്റി 44,720 കോടി രൂപ ഈ BSNLന്റെ റിവൈവലിന്. അത് വളരെ ഒരു നല്ല കാര്യം. കാരണം BSNL വളരെ തകർച്ചയിലാണ്. മറ്റൊരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി വേറെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5G സ്പെക്ട്രം അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 4G ആയപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം സ്റ്റാർട്ടപ്പുകൾ, അതിൽ നമുക്ക് 84 യൂണിക്കോൺസ് ഉണ്ടായിരുന്നു. യൂണിക്കോൺ എന്ന് പറയുമ്പോൾ അവിടെ റവന്യൂ എന്ന് പറയുന്നത് 1 ബില്യൺ ക്രോർസിൽ കൂടുതൽ, ഡോളേഴ്സിൽ കൂടുതൽ വരുന്നതാണ്. അങ്ങനെ 84 യൂണിക്കോൺസ് ഉണ്ട്. ധാരാളം സ്റ്റാർട്ടപ്പുകളുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് അങ്ങനെ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഡെവലപ്മെന്റിൽ അവരുടെ പ്രൊമോഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവെച്ചെന്ന് പറയുന്നത് 4G ആയി. കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ 4G, ആ ഫെസിലിറ്റീസ് 4G ഫെസിലിറ്റി. അപ്പോൾ 4G ഫെസിലിറ്റിയിൽ അത്രയും പ്രൊമോഷൻ ഉണ്ടായെങ്കിൽ 5G വന്നാൽ ഉണ്ടാകുന്ന പ്രൊമോഷൻ നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മളെ ബഡ്ജറ്റിന് ഒരു വിമർശനം കാണുന്നുണ്ട്. ഇത് സാധാരണക്കാരന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ അതേ സ്ലാബ് തന്നെയാണ്, നേരത്തെ ഉണ്ടായിരുന്ന ഇൻകം ടാക്സ് സ്ലാബ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ സാധാരണക്കാരന് വലിയ ചേഞ്ചസ് ഒന്നും, വലിയ പ്രതീക്ഷകളൊന്നും, ടാക്സിൽ എക്സംഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഒരുപാട് സ്കീംസുകൾ കൊണ്ടുവരും, ഗിഫ്റ്റ് സ്കീമുകളും മറ്റൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അസ്ഥാനത്തായി. അതേപോലെ
ബഡ്ജറ്റില് പരക്കെ കാണുന്ന ഒരു വിമർശനം, അത് ഞാൻ നമ്മുടെ മനോരമ പത്രത്തിൽ വായിച്ചതാണ്. കേരളത്തിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ബഡ്ജറ്റ് എന്നാണ് അതിനകത്ത് പറയുന്നത്. കേരളത്തിന് വലിയ പ്രതീക്ഷ ഒരു പരിധിവരെ യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ കേരളത്തിന് വലിയ നേട്ടമൊന്നും ഈ ബഡ്ജറ്റിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ പൊതുവെ പറഞ്ഞാൽ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ടോട്ടൽ ഡെവലപ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അത് പ്രമുഖരുടെ അഭിപ്രായങ്ങൾ ബഡ്ജറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം. അത് നോക്കിക്കോളൂ, കാരണം അതെല്ലാം കൂടെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ സമയം ഉണ്ടാകും. അപ്പൊ സ്ലാബ് റേറ്റിലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, അത് ഞാൻ പറയാം, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. പിന്നെ നാഷണൽ പെൻഷൻ എംപ്ലോയീസിന് മാത്രം ചെറിയൊരു നേട്ടം വന്നിട്ടുണ്ട്. നാഷണൽ പെൻഷൻ സ്കീമില് 14% വരെ ഇൻകം ടാക്സിന് ഒഴിവാക്കിയിട്ടുണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് നാഷണൽ പെൻഷൻ സ്കീം, അത് കേരളത്തിൽ ഇപ്പോൾ 10%. ഇനി ഗവൺമെന്റ് അത് 14% ആക്കി, അല്ലെങ്കിൽ 15% ആക്കി എന്ന് വെച്ചു എങ്കിൽ 14% വരെയുള്ള കോൺട്രിബ്യൂഷൻ, ഗവൺമെന്റ് കോൺട്രിബ്യൂഷന് ടാക്സ് കൊടുക്കണ്ട. എനിക്ക് ടാക്സ് കൊടുക്കണം. ആ 1% മാത്രമേ എനിക്ക് ടാക്സബിൾ ഇൻകം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻകത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വന്ന ഒന്ന് IFSC എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. അത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പൊ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ നിയർ അഹമ്മദാബാദ്, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ഫോം ആണ്, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് ടെക്, അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ അവിടെ നമ്മളിപ്പോൾ ടെക്നോ പാർക്ക് എന്ന് പറയും പോലെയുള്ള ഒരു ഏരിയ, ആ ഗിഫ്റ്റ് സിറ്റിക്കകത്ത് ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് വേറെയും എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ഷിപ്പ് ലീസിംഗ് ഉണ്ട്, ഓഫ് ഷോർ ഫണ്ട് മാനേജ്മെന്റ് ഉണ്ട്, ഓഫ് ഷോർ ബാങ്കിങ്, ഇതേപോലുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് എൻഗേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഇന്റർനാഷണൽ ഫിനാൻസ് സർവീസ് സെന്റർ എന്ന്. അതിന്റെ സ്ഥലം ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്ത്. ഇതിനകത്ത് ഒരു പ്രത്യേകത കൊണ്ട് വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി, ആ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികൾക്ക് ഇതിനകത്ത് അവരുടേതായ സ്വന്തം നിലയിൽ ക്യാമ്പസുകൾ സെറ്റ് ചെയ്യാം. അവരുടെ ക്യാമ്പസുകൾക്ക് ഇന്ത്യൻ നിയമം ബാധകമേ അല്ല. അവരുടേതായ സ്വന്തം നിയമം അനുസരിച്ച് ഇവിടെ ഇന്ത്യക്കകത്ത് അവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു അവസരം കൂടെയായി. അവർക്ക് ആരുടെയും റെസ്ട്രിക്ഷൻ ഇല്ല. ആകെ അവർ ഫോളോ ചെയ്യേണ്ടത് IFSCയുടെ റൂൾസും റെഗുലേഷനും മാത്രം. അപ്പൊ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിന്റെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തുകൊണ്ട് അവിടെ വിദേശ യൂണിവേഴ്സിറ്റികൾക്ക്, ഓക്സ്ഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ സ്വന്തം നിലയിൽ ക്യാമ്പസ് സെറ്റ് ചെയ്യാം. എന്തിനെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോഴ്സസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോഴ്സ്, ഫിൻടെക് കോഴ്സസ്, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഏത് ബാധകമല്ല, ഫ്രീ ഫ്രം ഡൊമസ്റ്റിക് റെഗുലേഷൻസ്. ഇപ്പൊ നമ്മളെ UGCയുടെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ഒരു നിയമവും ഒരു റൂൾസും അവർക്കുണ്ടാവില്ല. അവർക്ക് ഫുൾ ഫ്രീഡം ആണ്. ഇത് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി, ടൈംലി സെറ്റപ്പ് നടത്തുന്നതിന് വേണ്ടി ആ IFSCക്കകത്ത് ഒരു കാര്യം കൂടെ ഗവൺമെന്റ് ഫോം ചെയ്ത്, ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്റർ, അതും കൂടെ അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്റർ എന്ന് പറയുന്ന സെന്റർ കൂടെ വരും. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഒരു പ്രൊവിഷനാണ് പറഞ്ഞത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് MAT, മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ്, ഇൻകം ടാക്സ് പഠിച്ച നമുക്ക് അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ് എന്നോ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്നോ പറയുന്നത്. അത് 18.5%. കോർപ്പറേറ്റ് എന്റർപ്രൈസിൽ ഉണ്ടായിരുന്ന അതേ, അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ഉണ്ടായിരുന്ന അതേ റേറ്റ് തന്നെയായിരുന്നു കോർപ്പറേറ്റ് സൊസൈറ്റിക്കും 18.5%. അത് ഇപ്പോ 15% റെഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ
12% സർചാർജ് ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റീസിന്റെ ഇൻകം 1 കോടിക്കും 10 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ അവർക്ക് സർചാർജ് 12% ആയിരിക്കും. ആ സർചാർജ് എന്ന് പറയുമ്പോൾ ടാക്സിന്റെ മേലുള്ള ടാക്സ് ആണ് സർചാർജ് എന്ന്. ടാക്സിന്റെ മേലുള്ള ടാക്സ്. അപ്പൊ ആ സർചാർജ് 12% എന്നുള്ളത് മാറ്റി 7% ഉണ്ട്. ഒരു വലിയ റിലീഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഉണ്ടാവും. അപ്പോൾ ഇത് 12% 7% റിഡ്യൂസ് ചെയ്തു. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻകം 10 കോടിയിൽ കൂടുതലായാൽ ഈ 12% തന്നെയാണ് അവരുടെ സർചാർജ്. അതിന് മാറ്റമില്ല. അപ്പോൾ ഫോർ സൊസൈറ്റീസ് വിത്ത് ടോട്ടൽ ഇൻകം വേരിയിങ് ഫ്രം 1 crore to 10 crores അവർക്കാണ് സർചാർജ് 12% നിന്ന് 7% റെഡ്യൂസ് ചെയ്യും. അതേപോലെ ടാക്സ് എക്സംഷൻ വരുന്നത് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ടാക്സ് ഹോളിഡേ. നേരത്തെ പറഞ്ഞിരുന്നത് 2016 എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനങ്ങൾക്ക് 2022 വരെ 3 വർഷം 100% ടാക്സ് ഹോളിഡേ ആയിരുന്നു. ടാക്സ് ഹോളിഡേ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത പീരീഡ്. അപ്പൊ ആദ്യത്തെ 3 വർഷം അവരുടെ ടോട്ടൽ ഇൻകത്തിനെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇപ്പോ 2023 മാർച്ച് വരെ 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2023 മാർച്ച് 31 വരെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലും പ്രൈവറ്റ് ഇക്വിറ്റി സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെഞ്ചർ ക്യാപിറ്റലും അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. അപ്പൊ ഈ വെഞ്ചർ ക്യാപിറ്റലും പ്രൈവറ്റ് ഇക്വിറ്റിയും അതിൻ്റെ ഫ്ലോ ഒന്ന് കൂട്ടുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞുപോയ വർഷങ്ങളിൽ പ്രൊവൈഡ് ചെയ്യപ്പെട്ടത് സ്റ്റാർട്ടപ്പുകളാണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഒഴിവാക്കി എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഈ സ്റ്റാർട്ടപ്പുകളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അതിനുവേണ്ടി ഒരു 5.5 lakh crores അവിടെ 5.5 lakh എക്സ്ട്രാ ബഡ്ജറ്റിനകത്ത് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലും അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റിയും. കാരണം ഫിനാൻസ് ഒരു ഗവൺമെന്റ് ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിനാൻസ് ഫണ്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വെഞ്ചർ ക്യാപിറ്റൽ അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി. അപ്പോൾ അവരുടെ പ്രൊമോഷന് വേണ്ടി ഒരു 5.5 lakh crores വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഡിഫൻസ് ബഡ്ജറ്റ്. അപ്പോൾ ഡിഫൻസ് ബഡ്ജറ്റ് അതിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേഷൻ നടന്നിട്ടുള്ളത് ഡിഫൻസ് ബഡ്ജറ്റിലാണ്. 5.25 lakh crores ആണ് ഡിഫൻസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 1.52 lakh crores ക്യാപിറ്റൽ അലോക്കേഷൻ ആണ്. അപ്പോൾ ഈ 5.25 എന്ന് പറയുന്നത് ഒരിക്കലും ആംസ് വാങ്ങുന്നതിനുണ്ട് അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയല്ല. അവിടുത്തെ മിലിറ്ററി എല്ലാ ഫോഴ്സുകളുടെയും ടോട്ടലായിട്ട് അവിടുത്തെ എംപ്ലോയീസിന്റെ സാലറി, അവരുടെ പെൻഷൻ, അവരുടെ മറ്റു കാര്യങ്ങൾ എല്ലാ എക്സ്പെൻസും കൂടെ ചേർത്തിട്ടാണ് 5.25 lakh crores പറയുന്നത്. അതില് ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്നത് വെറും 1.52 lakhs ആണ്. 52 lakh crores. അതിന്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ 1.52 lakh crores ആണ് നമ്മൾ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് അതിനു വേണ്ടി കളക്ട് ചെയ്യുന്നത്, അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അതിലെ 68% ഡൊമസ്റ്റിക് കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വിദേശ നിർമ്മിത ആംസും അമ്യൂണിഷൻസും ആംസും എക്യുപ്മെന്റ്സും ഒന്നും അല്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് ഡൊമസ്റ്റിക് കമ്പനികൾക്കാണ്. കാരണം നമ്മുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മനിർഭർ
ഭാരത് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാന ഉദ്ദേശം. എന്നുവെച്ചാൽ സ്വയം പര്യാപ്തത നേടുക, അങ്ങനെ സ്വയം പര്യാപ്തമായ ഒരു ഭാരതം കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. അപ്പൊ അതനുസരിച്ച് ആത്മനിർഭർ ഭാരത് അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. അതിനുവേണ്ടി 68% ആയുധങ്ങളും എക്യുപ്മെന്റ്സും ഒക്കെ വാങ്ങുന്നത് ഡൊമസ്റ്റിക് കമ്പനികളിൽ നിന്നാണ്. പിന്നെ ഇത് കൂടാതെ ഡിഫൻസിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അപ്പൊ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി 11,982 കോടിയാണ് വകയിരുത്തുന്നത്. അപ്പൊ 11,982 crore റുപ്പീസാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതില് 25% റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് സെക്ടറിലേക്ക് വേണ്ടി മാറ്റി. അപ്പൊ 75% പബ്ലിക് സെക്ടറും ഗവൺമെന്റ് സെക്ടറും, ബാക്കി 25% പ്രൈവറ്റ് സെക്ടറിലേക്കാണ്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അതിനുവേണ്ടി ഒരു നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. റീസെന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ. അത് ഹൈ എൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മിഷനാണ്. അതിന് 100 കോടി രൂപയാണ് ബഡ്ജറ്റിന് വകയിരുത്തിയിട്ടുള്ളത്. പിന്നെ ഗ്ലാസ്ഗോ സമ്മിറ്റില് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു 2070 ആകുമ്പോൾ നമ്മൾ കാർബൺ ന്യൂട്രൽ ഇന്ത്യയായി മാറും. അപ്പോൾ കാർബൺ ന്യൂട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനുള്ള ഒരു കാര്യങ്ങളിലൂടെ ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ബാറ്ററി സ്വാപ്പിംഗ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തു ആൾ ഓവർ ഇന്ത്യ. ഈ ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അപ്പോൾ ബാറ്ററി സ്വാപ്പിംഗ് സെന്റർ എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ടു അവോയ്ഡ് ഫോസിൽ ഫ്യൂവൽസ്, കൺസംഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതിൽ കൂടെ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ചാർജ് തീരും. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് റീചാർജ് ചെയ്യാൻ നിൽക്കേണ്ട, ചാർജ് ചെയ്ത ബാറ്ററി അവൈലബിൾ ആകുന്ന സെന്റേഴ്സ് ഉണ്ട്, സ്വൈപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മുടെ വെഹിക്കിളിനകത്തുള്ള ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വിലയൊന്നും കൊടുക്കണ്ട, ബാറ്ററി മാറ്റി വയ്ക്കുക, അവർ തരുന്ന ഫുൾ ചാർജുള്ള ബാറ്ററി വയ്ക്കും. ഇനി നമുക്ക് ഇങ്ങനെ തുടർന്ന് പോവാം, എവിടെ വേണോ വിത്തൗട്ട് ഇന്ററപ്ഷൻ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കും. പിന്നെ അടുത്ത ഗവൺമെന്റിന്റെ ഇതില് അടുത്ത് വരുന്നത് ഫിനാൻസിങ് ഓഫ് ഫോറിൻ നാഷൻസ്. ഇപ്പൊ ഞാനിത് പത്രത്തിലെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ പേജും അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളതനുസരിച്ചാണ് ഞാനും അത് കോപ്പി ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അടുത്ത ഫിനാൻസിങ് ഓഫ് ഫോറിൻ നേഷൻസ്, നമ്മുടെ ചുറ്റുമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില രാജ്യങ്ങൾക്ക് നമ്മൾ ധനസഹായം കൊടുക്കാം. അങ്ങനെ ഉള്ള എല്ലാം പറയുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ. മ്യാൻമാർ, ഇപ്പോൾ പട്ടാള ഭരണം നടക്കുന്ന മ്യാൻമാറിൽ 600 കോടി രൂപയാണ്. അപ്പൊ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEA അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ മ്യാൻമാർ, അതായത് ഇപ്പോൾ പട്ടാള ഭരണം നടക്കുന്നു, അവിടെ 600 കോടി രൂപ. അഫ്ഗാനിസ്ഥാന് 200 കോടി രൂപ അലോക്കേഷൻ. ഭൂട്ടാനാണ് ഏറ്റവും കൂടുതൽ, 2266 കോടി രൂപ. അതുപോലെ ബംഗ്ലാദേശിന് 300, നേപ്പാളിന് 750 കോടി. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നേരത്തെ പറഞ്ഞ ആ ഗ്ലോബൽ എൻവയോൺമെന്റ് സമ്മിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലാസ്ഗോയിൽ നടന്ന ഗ്ലോബൽ എൻവയോൺമെന്റ് സമ്മിറ്റില് നമുക്ക് നേരത്തെ പറഞ്ഞു ബൈ 2070 എന്തായി മാറുക, ഒരു ഗ്രീൻ ഇന്ത്യയായി മാറുക. അപ്പോൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ഇന്ത്യയായി മാറുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അത് നേടിയെടുക്കണമെങ്കിൽ ഒത്തിരി എക്സ്പെൻഡിച്ചർ ഉണ്ടാകും.
ആ എക്സ്പെൻഡിച്ചർ കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സോവറിൻ ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. അത് ഗ്ലോബൽ ആയിട്ടാണ്, ഇന്ത്യക്കകത്ത് മാത്രമല്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക്, അത് ഇന്ത്യക്കാരനാവണമെന്നില്ല, വിദേശികൾക്കും ഇന്ത്യൻസിനും എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സോവറിൻ ഗ്രീൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ ഗ്രീൻ പ്രോജക്റ്റുകളുടെ ഡെവലപ്മെന്റ്, അതിനു വേണ്ടിയുള്ള ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു, അവര് സോവറിൻ ഗ്രീൻ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ധാരാളം ഫണ്ട് വന്നു ചേരും ഗ്രീൻ ഇന്ത്യ ഡെവലപ്മെന്റിന് വേണ്ടി. പിന്നെ വന്ന ഒന്നാണ് ഇ പാസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഉള്ള പോലത്തെ പാസ്പോർട്ട് അല്ല, ഇ പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ പാസ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാസ്പോർട്ട് എടുക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒരു ചിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മൾ ആ ചിപ്പ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എന്തിനും നമുക്ക് അത് കൊണ്ടുപോകാൻ എളുപ്പം. ഇത് ടാറ്റ കൺസൾട്ടൻസി സർവീസുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത് ഗവൺമെന്റ് ചെയ്യുന്നത്, ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എമിഗ്രേഷൻ ചെക്കപ്പ് ഒക്കെ വളരെ ഈസിയാക്കി മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത് നോക്കാവുന്നത് ഹെൽത്ത് കെയർ പ്ലാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹെൽത്ത് കെയറിനകത്ത് വരുന്നത്? ഹെൽത്ത് കെയറിലത്തേക്ക് വേണ്ടി ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 83,000 കോടി രൂപയാണ് സെൻട്രൽ ബഡ്ജറ്റിനകത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. 83,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതൊരു 16% ഇൻക്രീസ് ഉണ്ട്. മെഡിക്കൽ സെക്ടറിൽ 16% ഇൻക്രീസ് ആണ്. അങ്ങനെ 83,000 കോടി രൂപയാണ് ഇവിടെ മെഡിക്കൽ സെക്ടറിലത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ ഉണ്ട്. ആ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 4,177 കോടി രൂപ. ലാസ്റ്റ് ഇയറിൽ ഇത് വെറും 585 കോടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 4,177 കോടി രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ആയുഷ് മിനിസ്ട്രി, അപ്പം നാഷണൽ ആയുഷ് മിഷനാണ് അത്, ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം, യുനാനി, യോഗ, സിദ്ധ ഇതേപോലുള്ള മെഡിക്കൽ വിഭാഗങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയുള്ളതാണ് ആയുഷ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആയുഷ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 3,050 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ കോവിഡ് കാലമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഇതാണ് എല്ലാവർക്കും മെന്റൽ ഹെൽത്ത്. അവിടെ വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, നിംഹാൻസ് എന്ന് പറയും, അവരുമായിട്ട് സഹകരിച്ച് ടെലി മീഡിയയിൽ കൂടെ മെന്റൽ ഹെൽത്ത് ത്രൂ ടെലിമീഡിയ, ടെലിമീഡിയ കൗണ്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ കൗണ്ടറിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം, അവിടെ മെഡിക്കൽ മറ്റു കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. കാരണം നമ്മൾക്ക് മെന്റലായിട്ടുണ്ടാകുന്ന ഈ സ്ട്രെയിന് പലപ്പോഴും പല 90% ആളുകളും അത് പുറത്ത് പറയാറില്ല. അപ്പോൾ ആരോടും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ പേഴ്സണലി തന്നെ അവർക്ക് ഡോക്ടേഴ്സിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യമാക്കുന്നതിന് അത് ഡിസ്കസ് ചെയ്ത് അതിനു വേണ്ടിയുള്ള മെഡിസിനോ മറ്റ് മാർഗങ്ങളോ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ടെലി മെന്റൽ ഹെൽത്ത് സെന്റേഴ്സ് ഇവിടെ ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് ഒരു 3,050 കോടി രൂപ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്നത് കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. കാർഷിക മേഖലയിൽ വരുന്ന ഒരു കാര്യമാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. നമ്മളുടെ മലയാളത്തിൽ താങ്ങ് വില എന്ന് പറയാം. മിനിമം സപ്പോർട്ട് പ്രൈസ്. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രധാനമായിട്ടും വരുന്നത് അരി,
ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്കാണ്, അരിക്കും ഗോതമ്പിനുമാണ്. അതിനുവേണ്ടി 2.37 lakh crores ആണ് ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുള്ളത്. ഫണ്ടിൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിനകത്ത് മാറ്റിവെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2.37 lakh crores ആണ്. നാച്ചുറൽ ഫാമിങ്ങിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി 100 കോടി രൂപ മാറ്റിവെക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ്, പരമ്പരാഗത കൃഷി വികാസ് യോജന. അപ്പോൾ ഇത് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ഈ പറഞ്ഞ 100 കോടി രൂപയുടെ നീക്കിയിരിപ്പ് വെച്ചിട്ടുള്ളത്, മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് എംപ്ലോയീസിന്റെ ഇതിനു വേണ്ടിയാണ്. അത് ഈ കോവിഡ് കാലം വന്നപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് വരുമാനം കുറഞ്ഞു. എംപ്ലോയീസിന് തന്നെ ശമ്പളം പകുതിയോ അല്ലെങ്കിൽ 1/3 ഒക്കെ ആക്കി മിനിമൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് നേരത്തെ 3130 കോടിയിൽ നിന്ന് ഇപ്പോൾ അത് 6400 കോടി രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അതിനൊരു പേരുണ്ട്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്നാണ് അതിന്റെ പേര്, ആ സ്കീമിന്റെ പേര്. അതില് ഈ എംപ്ലോയിയുടെ പ്രോവിഡന്റ് ഫണ്ടിലോട്ട് 15,000-ൽ കുറഞ്ഞ മാസ ശമ്പളമുള്ള എംപ്ലോയിയുടെ പ്രോവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയി ചെയ്യേണ്ട, പകരം അത് ഗവൺമെന്റ് ചെയ്തുകൊണ്ട്. അപ്പൊ സാധാരണ പ്രോവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സ്വന്തം ഓൺ കോൺട്രിബ്യൂഷൻ അയാളുടെ ശമ്പളത്തിൽ നിന്നാണ് കുറയ്ക്കുന്നത്. ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കില്ല, പകരം ആ കോൺട്രിബ്യൂഷന്റെ എമൗണ്ട് ഗവൺമെന്റ് നടത്തും. അപ്പോൾ 15,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളിന് 1000 രൂപ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നേരത്തെ അത് മൈനസ് ചെയ്യുമായിരുന്നു, ശമ്പളത്തിൽ നിന്ന് മൈനസ് ചെയ്യും. ഇപ്പോൾ അത് മൈനസ് ചെയ്യില്ല, ആ 1000 രൂപ ഗവൺമെന്റ് നേരിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. അതിലത്തേക്ക് വേണ്ടി ഇപ്പോൾ നീക്കിയിരുത്തിയിട്ടുള്ള തുക എന്ന് പറയുന്നത് 6400 കോടിയാണ്. ഇത് കോവിഡ് പീരീഡിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്ത് വരുന്നത് അഗ്രികൾച്ചർ സെക്ടറിലത്തേക്ക് തന്നെയാണ്. അത് ഫണ്ട് വിനിയോഗം കൂടുതൽ അതിനെപ്പറ്റി പറയുന്നിട്ടില്ല. ഈ ഡ്രോൺസ് ഉപയോഗിച്ച് അഗ്രികൾച്ചർ സെക്ടറിൽ പ്രധാനമായിട്ടും മാപ്പിങ്ങും അതുപോലെ തന്നെ കീടനാശിനികൾ അതൊക്കെ സ്പ്രേ ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഏതിന്റെ സഹായം ഏതിനെ ഉപയോഗിക്കാം, ഡ്രോൺസിനെ ഉപയോഗിക്കാം എന്നൊരു. അപ്പോൾ ആ ഡ്രോൺസിന്റെ ഉപയോഗം ഒന്ന് പുഷപ്പ് ചെയ്യുന്ന കാര്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിലാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ എങ്ങനെയാണെന്ന്. റെയിൽവേയുടെ ടോട്ടൽ ഫണ്ടിങ് എന്ന് പറയുന്നത് 1.37 lakh crores ആണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? 1700 കിലോമീറ്റർ സിംഗിൾ ലൈനിനെ ഡബിൾ ലൈനാക്കി മാറ്റാൻ പോകും. പിന്നെ അതേപോലെ 300 കിലോമീറ്റർ പുതിയ ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, 6500 കിലോമീറ്ററിനെ, ഇതെല്ലാം അടുത്ത ഒരു വർഷത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കിലോമീറ്ററിനെ ഇലക്ട്രിഫൈ ചെയ്യുന്നത്. 400 അത് വേറെ ഫണ്ടാണ്. 400 വന്ദേ ഭാരത് ട്രെയിൻസ് നേരത്തെ പറഞ്ഞില്ലേ, വിത്തിൻ 3 years അത് കൊണ്ടുവരാൻ. റെയിൽവേ ട്രാക്കിന്റെ സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി അതിൽ ഇപ്പോ 2000 കിലോമീറ്ററുകളെ നെറ്റ്വർക്ക് ഓഫ് കവച് സ്കീം എന്നാണ് അതിനുള്ള പേര്, സേഫ്റ്റി ഇന്റഗ്രിറ്റി ലെവൽ, അത് SIL എന്ന് പറയുന്നത്, സേഫ്റ്റി ഇന്റഗ്രിറ്റി ലെവല് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു കവച് സ്കീം എന്ന് പറഞ്ഞ സ്കീം ഓപ്പൺ ചെയ്യുന്നു. എത്ര കിലോമീറ്റർ? 2000 കിലോമീറ്റർ റെയിൽവേ ട്രാക്കാണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. ഇത് റെയിൽവേയുടെ സെക്ഷൻ. റെയിൽവേക്ക് സെപ്പറേറ്റ് ബഡ്ജറ്റ് വേറെ വരും. അത് ഇപ്പോൾ സെൻട്രൽ ബഡ്ജറ്റിൽ റെയിൽവേക്കുള്ള അലോക്കേഷനാണ് ഈ പറയുന്നത്. റെയിൽവേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബഡ്ജറ്റ് വേറെ വരും. അതെങ്ങനെ വിനിയോഗിക്കും? അപ്പോൾ റെയിൽവേയുടെ സ്വന്തം ഫണ്ട് പ്ലസ് ഗവൺമെന്റിന്റെ ഈ കോൺട്രിബ്യൂഷൻ 1.37 lakh crores. അപ്പോൾ അതെല്ലാം ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഹൈവേ എടുത്താലെങ്കിൽ 25,000
കിലോമീറ്റർ പുതിയ കൺസ്ട്രക്ഷൻ വരുന്നു. അതിലത്തേക്ക് വേണ്ടി 20,000 കോടി രൂപ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ പുതിയ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 25,000 കിലോമീറ്റേഴ്സ് ആണ് ഹൈവേയുടെ കൺസ്ട്രക്ഷൻ. പുതിയ ഹൈവേ വരാൻ പോകുന്നതാണ്. അതിനുവേണ്ടി വകയിരുത്തിയിട്ടുള്ള തുക എന്ന് പറയുന്നത് 20,000 കോടി രൂപയാണ്. റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിക്ക്, അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 25,000 കിലോമീറ്ററും 20,000 കോടി രൂപ എന്ന് പറയുന്നത് വേറെയാണ്. റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിക്കുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ 1,99,107.7 കോടി രൂപയാണ്. 1,99,107 എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അത്രയും കോടി രൂപ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിക്ക് കൈമാറ്റം ചെയ്യുന്നു. അതില് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 1,34,015 കോടി രൂപ. ഇതിനൊരു പേരിട്ടിട്ടുണ്ട്. ഈ സ്കീമിന് പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തി സ്കീം എന്നാണ് അതിന്റെ പേര്. അപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തി സ്കീം അനുസരിച്ച് ആണ് ഈ പറഞ്ഞ അലോക്കേഷൻസ് നടത്തുന്നത്. ഈ പറഞ്ഞ പുതിയ റോഡിന്റെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും നടത്തും. ഈ സ്കീം അനുസരിച്ച് മറ്റ് ഡെവലപ്ഡ് എക്കോണമികളെ അപേക്ഷിച്ച് 5% കൂടുതൽ ഫണ്ട് വിനിയോഗം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഡെവലപ്ഡ് എക്കോണമികളിൽ അതിൻ്റെയൊക്കെ ആവശ്യം കഴിഞ്ഞു, എന്നാലും അവര് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ 5% കൂടുതൽ ഇതിനകത്ത് വരുന്നു. പിന്നെ അടുത്ത് വരുന്ന പരാമർശം എന്ന് പറയുന്നത് സോളാർ മാനുഫാക്ചറിംഗ്. അതും ഏതിൻ്റെ തന്നെയാണ്? ഗ്ലാസ്ഗോ സമ്മിറ്റിന്റെ അടിസ്ഥാനം കാർബൺ ഇമിഷൻ ബൈ 2070 എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ ഉണ്ട് ഗവൺമെന്റിന്റെ. പ്രൈം മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തത് 2070 വേറെ പല രാജ്യങ്ങളും അതിന് മുന്നേയുള്ള വർഷങ്ങൾ പറഞ്ഞെങ്കിലും നമ്മൾ 2070. അപ്പോൾ അത് നേടണമെന്നുണ്ടെങ്കിൽ നോൺ ഫോസിൽ എനർജിയുടെ ഉപയോഗം കൂട്ടണം. ഫോസിൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോൾ ഡീസൽ പോലെ, അപ്പോൾ അതിന്റെ ഉപയോഗം കൂട്ടണം. അതിനു വേണ്ടിയാണ് സോളാർ മാനുഫാക്ചറിങ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിക്ക് സോളാർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി 19,500 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സോളാർ മാനുഫാക്ചറിങ് ആ പർപ്പസുകൾക്ക് വേണ്ടി. അതിന് ഈ 19,500 കോടി രൂപ സോളാർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഓർമ്മിക്കണം, ആ സെക്ടറിലെ എംപ്ലോയ്മെന്റ് അവസരങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അത്രയും കണ്ട് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം സോൾവ് ആകപ്പെടും. കാരണം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നു. 2030 2,80,000 മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ പദ്ധതി ഇടുന്നത്. അപ്പോൾ 2,80,000 മെഗാവാട്ട് വൈദ്യുതി സോളാർ സിസ്റ്റത്തിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ വരുന്നത് റൂറൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ആ സ്കീം ഫോർ റൂറൽ അൺഎംപ്ലോയ്മെന്റിന് വേണ്ടി അത് ഒരു വർഷം 100 ദിവസം എന്നുള്ള 100 ദിവസം എന്നുള്ള ആ 100 ദിവസം തൊഴിൽ എന്നുള്ള സ്കീം. അതിലത്തേക്ക് വേണ്ടി 73,000 കോടി രൂപയാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന. ആ ആവാസ് യോജന അനുസരിച്ച് അടുത്ത 2023 മാർച്ച് 31 80 ലക്ഷം വീടുകളാണ് ആൾ ഓവർ ഇന്ത്യ പണിത് കൊടുക്കാൻ പോകുന്നത്. അതിലത്തേക്ക് വേണ്ടി 48,000 കോടി രൂപ ബഡ്ജറ്റിൽ നമുക്ക് കാണാം. പിന്നെ വരുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് ഒരു പുതിയ TV ചാനൽ എല്ലാ ഭാഷയിലും, അതായത് ആൾ സ്പോക്കൺ ലാംഗ്വേജസിൽ ഒരു പുതിയ TV ചാനൽ, ഏകദേശം 200ഓളം TV ചാനൽസ്
ഇത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രൊമോഷന് വേണ്ടി. കാരണം ഡിജിറ്റൽ ക്ലാസ് റൂമുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും, അതായത് ഓരോ സ്പോക്കൺ ലാംഗ്വേജ് ഉള്ള സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നു, പ്രത്യേകം TV ചാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തീരുമാനം, അതിനുവേണ്ടി ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഗവൺമെന്റ് സബ്സിഡി. ഇപ്പോൾ തൽക്കാലം അത് ഗവൺമെന്റ് കുറച്ചിട്ടുണ്ട്. ചെറിയ കുറവൊന്നുമല്ല, 39%. നേരത്തെ കൊടുത്തിരുന്നതിന്റെ 39% റിഡ്യൂസ് ചെയ്തു. അത് ടോട്ടൽ സബ്സിഡി കഴിഞ്ഞ വർഷം കൊടുത്തത്, ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷം വരെയുള്ള ടോട്ടൽ സബ്സിഡി എന്ന് പറയുന്നത് 7,07,707 കോടി രൂപയായിരുന്നത് ചുരുക്കി 4,33,108 കോടിയാക്കിയിട്ടുണ്ട് പുതിയ ബഡ്ജറ്റിൽ. അപ്പോൾ സബ്സിഡി 39% എന്ന് പറയുന്നതാണ്. 7,07,707 കോടിയുടെ 39% റിഡ്യൂസ് ചെയ്തിട്ട് പുതിയ ലിമിറ്റ് എന്ന് പറയുന്നത് 4,33,108 കോടിയാണ്. അതില് ഫുഡ് സബ്സിഡി വില കുറച്ചിട്ടുണ്ട്, അളവ് കുറച്ചു. 5,41,330 കോടിയിൽ നിന്ന് 2,86,469 കോടിയാക്കി കുറച്ചു. പെട്രോളിയം സബ്സിഡിയും അതുപോലെ തന്നെ 38,455 കോടി ആയിരുന്നത് 6,517 കോടിയായി മാറി. അപ്പോൾ സബ്സിഡി കുറയുമ്പോൾ നമുക്ക് ഗ്യാസിന്റെയൊക്കെ വില കൂടിയതിന്റെ പ്രധാന കാരണം സബ്സിഡി കുറയ്ക്കും. നേരത്തെ 38,455 ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അത് 6,517 കോടിയായി മാറുമ്പോൾ സബ്സിഡിയൊക്കെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായെന്ന് വരാൻ ചില കാര്യങ്ങൾ. പിന്നെ കർഷകർക്കൊരു ആശ്വാസത്തിന് വേണ്ടി, നമ്മളൊരു കാർഷിക രാജ്യമാണ്, അപ്പൊ ആ ഏരിയയിൽ ഫെർട്ടിലൈസർ സബ്സിഡി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 1,27,922 കോടിയിൽ നിന്ന് 1,40,122 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അത് പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഡെവലപ്മെന്റ്, ഡ്രഗ് ഡി അഡിക്ഷൻ പ്രോഗ്രാം, ഇതിനകത്തൊക്കെ വേണ്ടി ഉള്ളതാണ്. അതിലത്തേക്ക് 13,134.93 കോടി. അത് കഴിഞ്ഞുപോയ വർഷത്തിനേക്കാളും 12% കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? വെൽഫെയർ സ്കീം ഫോർ SC, ST, സീനിയർ സിറ്റിസൺ, ഡ്രഗ് ഡി അഡിക്ഷൻ പ്രോഗ്രാംസ്, ഇതിനകത്തൊക്കെ വേണ്ടിയാണ്. പിന്നെ അടുത്തൊരു കാര്യം, സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ്, ശ്രേയസ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അതിലത്തേക്ക് വേണ്ടി 364 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നേരത്തെ കഴിഞ്ഞു പോയ വർഷം മാർച്ച് 31 വരെ 450 കോടിയാണ്. അപ്പൊ അതിന്റെ അളവ് കുറച്ചു വന്നത്. അതേപോലെ OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊമോഷന് വേണ്ടി, അതിന് എഡ്യൂക്കേഷന്റെ സെക്ഷനാണ് വരുന്നത് പ്രധാനമായിട്ടും. അതിലത്തേക്ക് 130 കോടി ആയിരുന്നത് 80 കോടിയാക്കി മൈനസ് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏകദേശം ഇന്ത്യയിൽ 2 ലക്ഷം അംഗൻവാടീസ് ഉണ്ട്. ഈ 2 ലക്ഷം അംഗൻവാടി ചൈൽഡ് കെയർ ഹബ്സ്, അതിനാണ് അംഗൻവാടി എന്ന് പറയുന്നത്. അത് ന്യൂ ജനറേഷൻ അംഗൻവാടീസ് ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആഡിയോ വിഷ്വൽ എയ്ഡ്സ്, അവരുടെ ഡെവലപ്മെന്റിന്, ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടി ആഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അതിലത്തേക്കായിട്ട് 20,263 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്ന ചില കാര്യങ്ങൾ കൂടെ പറയാം. കൂടുതലായിട്ടില്ല, നേരത്തെ പറഞ്ഞു സെൻട്രൽ ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി CBDC. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഷെയറോ അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ്.
1 ലക്ഷത്തിൽ കൂടുതൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നാൽ അതിന് 10% ടാക്സ് കൊടുത്താൽ മതി. അത് 15% ആയിരുന്നു നേരത്തെ, അത് 10% റെഡ്യൂസ് ചെയ്തു. എഡ്യൂക്കേഷൻ സെക്ടറിലത്തേക്ക് വേണ്ടി നമുക്ക് വേണ്ടി കൂടുതൽ പറയാനില്ല. എഡ്യൂക്കേഷൻ സെക്ടറിലത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് 1,04,277 കോടിയാണ്. ആൾ ഓവർ ഇന്ത്യ ആണ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കറക്ഷൻ ഇൻ ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺസിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ സബ്മിറ്റ് ചെയ്യപ്പെട്ട റിട്ടേണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്താനുള്ള പീരീഡ് 2 വർഷം, അതായത് കറക്ഷൻ 2 years കറക്ഷൻ വിൻഡോ. നമുക്ക് പെനാലിറ്റി ഇല്ല. പെനാലിറ്റി ഇല്ലാതെ 2 years കറക്ഷൻ വിൻഡോ സ്കീം അനുസരിച്ച് സ്കീമിൽ കൂടെ അത് 30 മുതൽ 50% വരെ പണിഷ്മെന്റ് ടാക്സ് കൊടുക്കും. ടാക്സ് എക്സ്ട്രാ ടാക്സ് കൊടുക്കുക, പണിഷ്മെന്റ് ഇല്ല. അപ്പൊ പണിഷ്മെന്റ് ഇല്ലാതെ എക്സ്ട്രാ ടാക്സ് മാത്രം കൊടുത്താൽ മതി. അതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ശകലം കൂടുതലാണ്, 30 to 50%. അപ്പൊ എത്രയാണോ നമ്മളവിടെ ടാക്സ് ഇവേഷൻ അതിനകത്തുണ്ടായത് അതിന്റെ 30 മുതൽ 50% വരെ ഉള്ള എമൗണ്ട് ടാക്സ് കൊടുത്തുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. പിന്നെ 2024 ന്യൂ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് പുതിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 15% ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ജൽജീവ മിഷൻ, അതായത് നമ്മളെ വീടുകൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി 60,000 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ പ്രധാനമായിട്ട് ഈ പത്രത്തിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം കുറെയെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ബഡ്ജറ്റ് ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. Thank you, sir, for sharing your knowledge and expertise. That was indeed an insightful and relevant presentation. Now the paper presentation of the student, Department of BWOC and CMA. Firstly, I welcome Varsha S. Krishnan from CMA batch to share her presentation about finance. Thank you, Reshma. Am I audible? Yes, Varsha. Okay, thank you. Thank you, Reshma. Good morning to one and all. I am Varsha S. Krishnan from CMA batch. Hope you all are doing good and staying safe. First of all, I would like to thank ISDC Trivandrum for giving me this opportunity and to be a part of this webinar. Jayendranath sir has beautifully given a brief on what budget is and explained the highlights of this year's budget. Today, I'm here to talk about the various tax proposals, mainly the direct tax that has an impact on the Union budget 2022-23. First one, no change in income tax slabs. The Finance Minister, Nirmala Sitharaman, did not announce any change in the tax slabs or raise in her budget 2022. It has not given any relief in respect of the personal income taxes. So as a result, taxpayers will continue to pay the same income tax rates regardless which tax regime they choose. The financial year 22-23 will start from April 1st, 2022.
Okay, so the next slide. Okay, so here it says it is possible to opt for the concessional personal income tax regime. That is the new income tax regime that was introduced in the financial year 2021-22. This new tax regime, it lowers the slab rates on income up to rupees 15 lakh. This is an advantage, but to take this advantage, we have to give up some exemptions, such as HRA, the house rent allowance, the leave travel allowance, etc., and other deductions. Another important point is that we can switch from the old tax regime to new tax regime every year, and because the old regime allows us to take the advantage of all these exemptions, deductions, and allows us to reduce our taxable income to applicable slab rates. So here they have given an example of, let us take the case of Mr. A and B. So here Mr. A, he has a gross salary income of rupees 15 lakh, and he does not avail any exemptions. So with standard deduction of rupees 50,000, his annual tax liability is rupees 2,57,400. So in this case, it is better for him to go with the new tax regime that was introduced in financial year 2021-22, because he will save a tax of rupees 62,400. But in the case of B, he also has a gross salary of rupees 15 lakh, but he claims tax exemptions on house rent allowance. Current tax bill is rupees 1,70,000 with standard deduction of 50,000, say a tax exemption on HRA of rupees 3 lakh and deduction of 1.5 lakh. So in the case of B, it is better if it continues under the old tax regime, as the tax liability will increase by 78,000. So I got this example from the Times of India. It has explained to it has explained how you want to be taxed at lower rates. Okay, so this is a chart showing both old and new tax regime. The first one shows the old one. Different income levels for individuals below 60 years and senior citizens, that is aged 60 years and above but below 80 years, and super senior citizens aged 80 years and above. So for different income levels, these are the tax rates for all these categories. So this is the case if you are choosing the old tax regime, that is you are claiming deductions and exemptions. Next one shows the new tax regime, that is if you are not claiming any deductions and exemptions. Although, as I said earlier, we can opt any one of these tax regimes. Although this budget made no changes to the existing income tax system, it did take steps that could boost the economy as a whole in the future. Coming to the next. Yeah, this is again one of the most important tax proposals of this year's budget, updating return of income. The government is introducing a new concept of updated return to provide extra time over and above the period that is already available under the Income Tax Act for belated return or revised return to taxpayers to furnish an updated return at any time within 3 years from the end of the relevant financial year, that is 2 years from the end of relevant assessment year. To take benefit of this new concept, an amount equal to 25% or 50% depending upon the timing of filing of updated return as additional tax on the tax and interest due on the additional income would be required to be paid, and the updated return will need to be accompanied by the proof of payment of such additional tax. So this is nothing but the purpose
of this section is to allow those taxpayers to file an updated tax return if they have realized that they have made mistakes in estimating their income for the purpose of tax payment. Okay, so under certain conditions, this opportunity should be available for a period of 3 years, beginning at the end of relevant financial year, which will also help minimize litigation by the income tax department. Next is how this year's budget has been a benefit for the cooperative societies. As part of a move to ensure that the cooperative societies compete similarly with private companies, Finance Minister has lowered the minimum alternate tax for the same from 18.5% to 15%. So this is an advantage. This is a great advantage for the cooperative society. Also, the 12% surcharge on cooperative societies will be cut to 7% for those whose income ranges from 1 crore to rupees 10 crore. This will help in enhancing the income of cooperative societies and its members who are mostly from rural and farming communities. Next is 1 year extensions, concessional 15% corporate tax for new manufacturing companies, startups. In the case of new domestic manufacturing companies starting operations by March 31st, 2023, they can choose to pay a tax rate of 15%, but without claiming any deductions. Startup companies of certain types can qualify for a 3-year tax holiday if they incorporate by April 1st, 2022. Also, there is 1 year extension for both these deadlines. Tax relief for annuity payment to differently abled dependents when parents attain age of 60. So under the 80DD of the Income Tax Act, parents or guardians can deduct the amount paid as annuity or lump sum to adults with developmental disabilities throughout their lives, that is until they attain the age of 60. Next is National Pension Scheme deduction limit increased from 10% to 14% for state government employees. So the government has proposed that the deduction limit relating to contributions made by the state government to the account of its employees under Section 80 CCD 2 of the Income Tax Act be increased from the existing 10% to 14%. It is done so that the state government employees can also benefit from the enhanced NPS contribution made by their employers. Long-term capital gain surcharge capped at 15% and for all assets, and how it will impact. This is nothing but all the long-term capital gains will be subject to a reduced surcharge of 15%. Earlier, it only applied to capital gains from listed stock shares and equity-oriented fund units. So basically, this is done to encourage the investors to put money into startups and other businesses. Furthermore, if the total income exceeds rupees 50 lakh in a financial year, a surcharge is imposed at various income tax rates as shown in the table. So for 10% surcharge for income above 50 lakh and below 1 crore, 15% for income above 1 crore and below 2 crore, 25% for income above 2 crore and below 5 crore, and lastly, 37% for income above 5 crore. Now, coming to the last taxation policy and of this year's budget, one of the most important, the tax on virtual digital assets. So to understand about this, first we need to look into the definition
of virtual digital assets. So what are virtual digital assets? A virtual digital asset is proposed to mean any information or code or number or token, not being Indian currency or any foreign currency. It is generated through cryptographic means or otherwise, providing a digital representation of value which is exchanged with or without consideration, with the promise or representation of having inherent value, and it functions as a store of value or a unit of account, and it includes its use in any financial transaction or investment, but not limited to investment schemes. And it can be transferred, stored, or traded electronically. Non-fungible token and any other token of similar nature are included in the definition of virtual digital assets. Okay, so this explains the taxation scheme for virtual digital assets. Any income from transfer, including gift of virtual digital asset, will be taxed at 30% without any deduction or set-off of losses except deduction allowed for cost of acquisition. In cases of losses of virtual digital assets, such losses can neither be set off against any other income nor be carried forward. Tax deducted at source at the rate of 1% is applicable on transfer of virtual digital assets in certain cases. This will bring the emerging market of digital assets under the tax ambit, resulting in additional tax burden on taxpayers. Gift of VDA also to be taxed in the hands of the recipient. Okay, so virtual digital assets have been defined to include cryptocurrency and non-fungible tokens, other digital assets to be notified by the central government. What is cryptocurrency? Basically, it is a digital payment system that doesn't rely on banks to verify transaction. It works on the blockchain technology, and because it doesn't have to rely on a central bank, it is very prone to fluctuation. It is a peer-to-peer system that can enable anyone, anywhere to send and receive payments. Okay, so why tax them? Why tax virtual digital assets? The first reason is its popularity. Virtual digital assets have gained tremendous popularity in recent. It has grown in prominence, and the amount of trading in these assets has increased significantly. The next reason is a market is developing in which payment for the transfer of virtual digital asset can be paid using another virtual digital asset. Third reason is increased transactions. So the amount and frequency of such transactions have increased dramatically, necessitating the establishment of specific tax structure. And the last one is prevalence of gifting. Giving virtual digital goods as gifts is another prevalent method of exchange. So that's all for today. Thank you so much. Thank you, Varsha, for your active participations and inputs. Okay. Then I welcome Ritu Santosh from BVOC second year batch to share his presentation on the topic education and health. Okay. Good morning, everyone. My name is Rodusa. Today, I am here to present on the topic education and health. At first, we have to know what is a budget. A budget is a spending plan based on income and expense. In other words, it is an estimate of how much money you will make and spend over a certain period of time, such as a month or year. As we all know, Finance Minister Nirmala Sitharam had presented the budget of 2022 in Parliament on 1st February. The Union Budget of India, also referred to as the Annual Finance Statement,
in Article 112 of the Constitution of India. The government presented it on the first day of February so that it could be materialized before the beginning of new financial year in April. Until 2016, it was presented on the last working day of February by the finance minister. It is presented by means of the finance bill, and the appropriation bill has to be passed by Lok Sabha before it can come into effect on 1st April. Now we can look at the changes made by the budget on education sector. Here is a chart showing the difference of spending money in 2021 and 22. And there is an increase of 18% in the new budget. The education budget 2022 had been allotted rupees 1,04,278 crore, a rise of rupees 11,054 crore from the previous year. The education budget allotted for 2021-22 was rupees 93,223 crores, which was reduced by 6% as compared to the year before. Okay, now we can see the policies put forward for education sector. First one, startup will be promoted to facilitate drone Shakti through varied application and for drone as a service. In select ITIs in all states, the required course of skilling will be started. Second, digital ecosystem for skilling and livelihood. The Desk Stack e-portal will be launched. The portal aims to empower citizens to skill, reskill or upskill through online training. It aims to provide AIP-based trusted skill, credentials, payment and discovery layers to find relevant jobs and entrepreneurial opportunities. Third one, a digital university will be established to provide access to students across the country for education with a personalized learning experience. It will be made available in different Indian languages and ICT format. The university will be built on a network hub-spoke model with the hub building cutting-edge ICT expertise. Public universities and institutions in the country will collaborate as a network of hub-spokes. Fourth one, on One Class, One TV channel, a program of Pradhan Mantri E-Vidya will be expanded from 12 to 200 TV channels, aimed at enabling all states to provide supplementary education in regional language for class 1 to 12. Over 750 virtual labs in science and mathematics and 75 skilling e-labs for stimulated learning environment will be set up in 2022 and 23. For developing India, specific knowledge in urban planning and design, and to deliver certified training in these areas, up to 5 existing academic institutions in different regions will be designated as a center of excellence. These centers will be provided endowed fund of 250 crore each. In addition, AICTE will take the lead to improve syllabus quality and access to urban planning courses in other institutions. Now let us see the expectation in the budget of education. The government can play an important role in rolling out a vaccine for kids and other measures to ensure school can open like in other countries. Many students in India don't have access to laptop or stable internet connection. There need to be focus on ensuring that the required infrastructure is developed adequately and is available to everyone. However, on the bright side, online education helps students to gain admission across any college in the country, which helps to improve the gross enrollment ratio. Provide technical training for teachers. E-learning is expected to be an effective solution in removing the literacy gap across the country. However, teachers who taught us on the blackboard are not aware of online teaching. So it is a
It is mandatory for our teachers to learn technical and soft skill training. The Union Budget 2002 should allocate some money for the technical training of existing teachers. They would be trained and engage students in their online classes without any disturbance. Fourth one, at the moment, a student's education loan and a car loan have the same interest. There is a need for the government to subsidize students' education loan to make it simpler for students to seek higher education. 5. The COVID-19 pandemic has resulted in a very huge learning loss of students across the country. As children return back to school with a huge gap, it is essential that the government set up programs to bridge this learning gap. One step in this process would be a strong program to train teachers on how they can work with students to bring them back with the expected learning levels in their grade. Now let us tell about the health sector. Here is also a graph showing the fund allocated for the health sector. Let us see about the policies put forward for health sector. Health sector has been allotted rupees 86,200.65 crores in the union budget, a hike of 16% over the last 2021. The government also announced a national mental health program and rollout of an open platform for the national digital health ecosystem. Out of 86,200.65 crores, rupees 83,000 crore have been allotted to Department of Health and Family Welfare, while the 32,000 crore have been allotted to the Department of Health Research. In the budget speech, Finance Minister Nirmala Sitharam had said that the National Mental Health Program will be launched to improve access to quality mental health counseling and care services. Second, the Finance Minister said that the program will include a network of 23 mental health centers of excellence with the National Institute of Mental Health and Neuroscience, being the nodal center and the International Institute of Information Technology, Bangalore, will provide the technology support. She also said that an open platform for national digital health ecosystem will be rolled out. It will consist of digital registers of health providers and health facilities, unique health identity, consent framework, and universal access to health facilities. Third one, the budget allotted for central sector scheme and project has been increased from 10,566 crores to rupees 15,163 crores. Among these central sector scheme, the budget allotted for the Pradhan Mantri Swasthya Suraksha Yojana has been increased from 7,000 crores to 10,000 crores. The allocation for National Digital Health Mission increases from 30 crore to 200 crore. What else can be done in the health sector? First one, an outlay of healthcare infrastructure should be increased further. Since the hospital sector is at the forefront as COVID cases in India surge again. Facilities in the entire 2-3 towns need to be equipped with diagnosis centers, ventilators, ICUs, critical care facilities, and oxygen plants. Second one, bringing in new investment and supporting existing organization with forward-looking policies. Reduction in duties and reducing GST will bring down the overall cost of health service, which will benefit a large section of people in the country and encourage organizations to invest more in research and development. Third, India is the largest exporter of pharma products. The government may look at providing appropriate rate of remission of duties and tax on exported product to pharma product exported by the industry to encourage drug exports.
Fourth one, higher tax reduction for R&D expense will encourage even more investment in the development for new pharmaceuticals. Fifth, increase in the facility of health centers in rural and urban areas will be more beneficial to the poor people. Thank you. Thank you, Ridu, for the informative knowledge shared on the concept education and health. Once again, I invite Amrita Shaji from BWOC first year batch. Over to you, Amrita. Thank you, Reshma. Am I audible? Reshma? Yes, Amrita. Yeah. Good morning, everyone. I'm Amrita from first year BVOC. I'm here to explain about agriculture sector, from the Union Budget 2022-23. We are here to look at the allocations toward this sector. Let's start. Union Budget 2022-23 released by Nirmala Sitharaman on February 1st, 2022 shows only a very limited focus on agriculture sector and related policies. The overall allocation towards this sector has increased by only 4.4% for the year, and also the important schemes for crop insurance and MSP, which also means minimum support price, declined. This year, 2022, the doubling of farmers' income was supposed to have happened, but the budget maintained a complete silence on the target on how much we have achieved in the last 6 years since that promise was first made. The monthly income of farmers on 2015-16 was rupees 8,059. This was to be doubled by 2022. Now, according to the Situation Assessment Survey of Agricultural Households, which came in 2021, a farming household's monthly income was 10,218 rupees only, which is quite far from the announced target of 2022. As I said earlier, the allocation for farm sector has been only increased to about 4.4% compared to the expenditure on the previous financial year. There was a marginal increase of rupees 5,700 crore in this year. In this year's budget compared to the revised estimates of last year. But what is worrying is that the schemes that facilitate minimum support price or MSP, especially for pulses and oilseeds, shows huge budgetary cuts. PM Asha, it is a scheme for farming sector. PM Asha got an allocation for just 1 crore against of 400 crores spent on its financial year 2021-22. This is an almost reduction of 100%. Similarly, MIS PSS, this is also a scheme for farming sector. It was also allocated rupees 1,500 crores, which is almost 62% less than 4,000 crores in the revised estimate of financial year 2022. Both PM Asha and MIS PSS ensure MSP operations in the country, but still it was reducted. Crop insurance is an important topic here. Crop insurance is particularly important because of advanced weather from climate change, but still this is seen to be directed. Now let's look at the poor sides of this budget allocation. Funds
We know that this time where the crop losses has been increasing day by day in a huge manner, the fund allocated for Pradhan Mantri Fasal Bima Yojana have fallen from 15,989 crore to rupees 15,500. Also, the other schemes like Agricultural Infrastructure Fund or AAF has seen a marginal increase from rupees 200 crore to rupees 500 crore in 2022 to 23. But the actual dispersal were at rupees 900 crores. The actual dispersal is 900 crore, but still it is increased only up to 500 crores. One bright spot in the agriculture budget is the focus on the Rashtriya Krishi Vikas Yojana that has been losing its sheen in the last few years. The program has been restructured by including some schemes like Pradhan Mantri Krishi Sinchai Yojana, Paramparagat Krishi Vikas Yojana, a national project on soil and health fertility, rainfed area development and climate change, submission of agriculture mechanization, including management of crop residue. The schemes were earlier the above mentioned schemes were part of Green Revolution program. The allocation of PM Kisan, which provides income support by the way of cash benefits to all land holding farmers, has also increased marginally to 68,000 crores from 67,500 crores last year. The union budget focused on ensuring assured income to farmers with an announcement of rupees 2.37 lakh crore towards the direct payment of minimum support price to wheat and paddy farmers, and these payments would be made over the next financial year. Nirmala Sitharaman announced a plan to promote oilseed cultivation to reduce import dependency and promote the millet production with emphasis on export. Sitharaman also said that the government would promote chemical-free natural farming throughout the country to boost sustainable agriculture productivity and income of farmers. She said that the government would promote the use of Kisan for crop assessment and spraying pesticides. She said that digitalization of land records are more helpful to bring the transparency in the agriculture sector. Thank you. Thank you, Amrita, for your valuable presentation. I would like to call upon Aisha Zamina from BVOC third year batch to share her presentation. Good morning to one and all. Myself, Aisha Semina, presenting on behalf of BVOC third batch. So we will be talking about infrastructure, which is a sector of post budgeting analysis. So first, before the topic, let's go to hello. Yes, Aisha. Okay, Central Finance Minister Mrs. Nirmala Sitharaman, who presented the Union budget on Feb 1st, 2022 for the current financial year. Now, they mainly focused on infrastructure, and they almost covered all the sectors, especially agricultural, infrastructure, railway, etc.
So in this, mainly in difference to the request from many states, the outlay of the scheme for financial assistance to the states has been increased from around, I think, 10,000 crores to 15,000 crores. Okay. And the allocation for the year is rupees 1 lakh crore to catalyze overall investment to the economy. Talking about the interest, the 50-year interest-free bonds and are over, I think, over and above the normal borrowings by the states. This will be used for Gandhi Shakti scheme. Okay, like for example, rural road projects, down planning schemes, etc. And all. Okay, now coming to the content. Union Finance Minister, okay, that is Nirmala Sitharaman, on Tuesday, she announced the PM Gandhi Shakti National Master Plan, aimed at making logistics connectivity seamless across the length and breadth of the country. For example, like 100 cargo terminals will be developed during the next 3 years, okay, and such schemes were planned over there. Now, Mrs. Sitaraman described the Gandhi Shakti plan as a massive infrastructure development undertaking to compass the engines of growth, namely roads, railways, mass transportation, and what else? Waterways, airports, ports. Mainly, it's a multi-model connectivity. That's it. Okay. Now, in this infrastructure, we have to they mainly focused on Gandhi Shakti. Now, which was announced by the PM in October 2nd, 2021. Okay. So, sorry. Now, it brings almost 16 ministries, including railways and roadways, together for integrated planning and coordinated connectivity project. It is learned that integrated and seamless connectivity for the moment of people, goods, and services for them to come from one transportation mode to another transportation mode. Now, this is by multi-modal connectivity. Also, this it facilitates last mile connectivity of infrastructure will be reduced travel time for people. That's the main aim of this year, financial year structure. Thank you. That's it. Thank you. Your presence made the webinar so informative and interesting. And it is the time to winding up. I would like to once again express the word of gratitude towards the speaker, Mr. Jayendranath sir, and the student representatives, Varsha S. Krishnan, Amrita Shaji, Ritu Santosh, Aisha Zamina. Their valuable time and extremely valuable thoughts about post-budget analysis 2022-23. I am also grateful to all those who joining this webinar, the students and the members of being the part of the webinar. Thank you so much. You can leave now.